നമസ്കാരം. ഭാസ്കർ കാർണവർ കൊലക്കേസ് പ്രതി ഷെറിനെ പുറത്തിറക്കാൻ വലിയൊരു ആവേശമാണ് പിണറായി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി ടി പി ചന്ദ്രശേഖരന്റെ കൊലയാളികളെ പുറത്തിറക്കാം എന്ന ആലോചനയാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു പ്രതിക്ക് ജയിലിൽ ഏതൊക്കെ രീതിയിൽ സുഖസൗകര്യം കിട്ടിയെന്നത് ഷെറിന്റെ ജയിൽവാസം പരിശോധിച്ചാൽ മനസ്സിലാകും എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം വ്യക്തമാണ്, ഷെറിൻ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ വൻ സുഖത്തിലാണ് കഴിഞ്ഞത് എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. 25-ൽ കൂടുതൽ വർഷങ്ങളായി തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് ലഭിക്കാത്ത പരിഗണനയാണ് ഷെറിന് ലഭിക്കുന്നത്. ഷെറിൻ അഴിക്കുള്ളിലായ കാലം മുതൽ ലഭിച്ചു വരുന്നത് സുഖ സൗകര്യങ്ങളോടുകൂടിയുള്ള, അതായത് പഞ്ചനക്ഷത്ര ഹോട്ടലിനേക്കാൾ വെല്ലുന്ന ഒരു സുഖ സൗകര്യമാണ് ഷെറിന് അവിടെ കിട്ടുന്നത്. തൃശൂർ സ്വദേശിനിയായ MS സുനിതയാണ് വമ്പൻ വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് 2013-15 കാലത്ത് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിക്കാനാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ സുനിത എത്തുന്നത്. ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിലാണ് സുനിത കഴിഞ്ഞിരുന്നത്. ചില രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും സുനിത പറയുന്നു. 1-2 ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷെറിനിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയിരുന്നുവെന്ന് സുനിത പറയുന്നുണ്ട്. അന്നത്തെ ജയിൽ സൂപ്രണ്ടിന് ഐപാഡും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഷെറിൻ എന്ത് ആവശ്യപ്പെടുന്നുവോ അത് ജയിലിനുള്ളിൽ എത്തിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. 3 നേരവും പുറത്തു നിന്നുള്ള ഭക്ഷണമായിരുന്നു. ഷെറിന് സഹായമായി ഒരു തടവുകാരിയെയും ഏർപ്പെടുത്തിയിരുന്നു. ഇവരാണ് ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തിരുന്നത്. തലയണ അടക്കം നൽകി സുഖ നിദ്രയ്ക്കുള്ള സൗകര്യം നൽകിയിട്ടുണ്ടായിരുന്നു. ജയിലിനുള്ളിൽ ധരിക്കുന്നത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളാണ്. അതോടൊപ്പം തന്നെ ബക്കറ്റ് നിറച്ച് സൗന്ദര്യ വർദ്ധക വസ്തുക്കളും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതിൽ ഒരു മുഖം നോക്കാനുള്ള, അതായത് ആ ബക്കറ്റിന്റെ അകത്ത് മുഖം നോക്കാനുള്ള കണ്ണാടി, ലിപ്സ്റ്റിക്, ഐലൈനർ തുടങ്ങിയ സർവ്വതും ഷെറിന് വേണ്ടി ജയിൽ അധികൃതർ ഒരുക്കി കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. സൂപ്രണ്ടിന്റെ പേരക്കുട്ടി ആ ഒരു പരിഗണനയാണ്, ആ ഒരു ലാളനയാണ് ഷെറിന് ലഭിച്ചതെന്നും സുനിത പറയുന്നുണ്ട്. അന്നത്തെ ജയിൽ DGPയുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും സുനിത വെളിപ്പെടുത്തി. സാധാരണ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല. ഇവിടെ ഷെറിനെ കാണാൻ ജയിൽ DIG അടിക്കടി രാത്രി എത്തുന്നുണ്ടായിരുന്നു. ജയിൽ ചട്ടപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ വനിതാ തടവുകാരി വൈകുന്നേരം 5:30 സെല്ലിൽ അടച്ചാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തിറക്കൂ. അത് വനിതാ തടവുകാർക്ക് മാത്രമല്ല, പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് ജയിലിന്റെ ചട്ടം. എന്നാൽ രാത്രി 7 മണിയോടെ പുറത്തിറങ്ങുന്ന ഷെറിൻ 2 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ച് സെല്ലിലേക്ക് കയറുന്നത്. ഇത് സംബന്ധിച്ച് കംപ്ലൈന്റ് ബോക്സിൽ പരാതി എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഒരു തവണ ജയിൽ ജീവനക്കാരൻ വഴി ഇക്കാര്യങ്ങൾ മാധ്യമത്തിന് നൽകിയതിന് ജയിൽ DIG ഭീഷണിപ്പെടുത്തിയെന്നും സുനിത പറയുന്നുണ്ട്. ഒരിക്കലും പുറം ലോകം കാണില്ലെന്ന് പറഞ്ഞായിരുന്നു DGP ഭീഷണിപ്പെടുത്തിയത്. ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജഡ്ജിനോട് ഇക്കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തുകയും അധികമായി കൈവശം വെച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം എല്ലാ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തുവെന്ന് സുനിത കൂട്ടിച്ചേർത്തു. തടവുകാരികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സുനിത പറയുന്നുണ്ട്. ശാരീരികമായ വെല്ലുവിളി നേരിടുന്ന ഇളയ മകൻ ബിനു പീറ്റർ കാർണവറിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയായിരുന്നു നിർധന കുടുംബത്തിൽ നിന്നുള്ള ഷെറിനെ മരുമകളായി വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇതിനുവേണ്ടി ഷെറിന്റെ ബാധ്യതയെല്ലാം തീർത്തു കൊടുത്തു. വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഷെറിന് ഉറപ്പ് നൽകിയിരുന്നു. 1 വർഷത്തിനുള്ളിൽ ഇരുവരും അമേരിക്കയിലെത്തി. അന്ന് അവിടെ അമേരിക്കയിലെത്തുകയും ജോലിക്ക് കയറിയ സ്ഥാപനത്തിൽ നിന്ന് മോഷണത്തിന് പിടികൂടിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാക്കുന്നത്. പിന്നീട് ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം നാട്ടിലേക്ക് മടങ്ങുന്നു. ഇതിന് പിന്നാലെ ദാമ്പത്യ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകളും ആരംഭിച്ചു. അതാണ് കൊലപാതകത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിന്നത്. സ്വത്തിൽ നിന്നും ഒഴിവാക്കിയതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. ഷെറിനായിരുന്നു കേസിലെ 1-ാം പ്രതി. ഷെറിന് ആൺ സുഹൃത്തും ചേർന്ന് കൊലപാതകം നടത്തിയെന്നാണ് FIR റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.